നല്ല വൈബാണോ? അതിഷ്ടമാണ്. അതെ, ഞങ്ങളെല്ലാരും പഴയ സോങ്സ് കേൾക്കാം, പഴയ മൂവീസ് കേൾക്കാം. ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നും അല്ലായിരുന്നു. പാസ്റ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ, കാരണം സ്ക്രീൻ ടൈം കുറവാണ്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ ചെയ്തു. ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് 2 years കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം ചെയ്ത്, ഞങ്ങള് സംസാരമായാലും ഞങ്ങള് ലുക്സ് ആയാലും എല്ലാം മാറി. ടൈം ട്രാവൽ പറയുമ്പോ ഇനി ടച്ചപ്പ് ആയിരുന്നു. എന്നോടിഷ്ടം കൂടാമോ ഹായ് എവരിവൺ, വെൽക്കം ടു B4 Blaze. അപ്പോൾ നമ്മുടെ അച്ചപ്പാസ് ആൽബത്തിലെ 2025 കിഡ്സ് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 85 കാലഘട്ടത്തിലെ പിള്ളേരാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സോ ഹായ് എവരിവൺ, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഹൗസ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ജീവിതം എങ്ങനെ പോകുന്നു? സ്കൂള് ഹോളിഡേ ആണ് നല്ലത്. ഓക്കെ, സോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. ക്യാരക്ടേഴ്സും നെയിമും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിക്കോ. എൻ്റെ പേര് അനന്തലക്ഷ്മി, ഞാൻ മീര എന്നുള്ള ക്യാരക്ടർ ചെയ്യും. എൻ്റെ പേര് കാർത്തിക്, ഞാൻ പ്രാഞ്ചി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യും. എന്റെ പേര് ഭദ്ര, ഞാൻ ഗോമതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യും. എൻ്റെ പേര് സുധാൻഷു, ഞാൻ കുട്ടൻ്റെ ക്യാരക്ടർ 1985 പ്ലേ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് അൻവത, ഞാൻ പാർവതിയുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നു. എൻ്റെ പേര് ആദിനാഥ്, ഞാൻ കേശു എന്ന ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫിലിമില് നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? ക്യാരക്ടേഴ്സ് തമ്മിലുള്ള. ആക്ച്വലി നമ്മളെല്ലാവരും കസിൻസ് ആണ് ഈ ഇതില്. ആൻഡ് ഓണത്തിന്റെ സമയത്ത് നമ്മളെല്ലാവരും കൂട്ടിയിരിക്കുക, ഒരു ജോയിന്റ് ഫാമിലി. അപ്പൊ എല്ലാവരും ഓണത്തിന് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും വന്നിരിക്കുകയാണ്. അത് ബേസ്ഡ് ആണ്. സോ എങ്ങനെയായിരുന്നു ലൈക്ക് ഇപ്പം നമ്മളെല്ലാവരും, നിങ്ങളൊക്കെ ജെൻസി കിഡ്സ് ആണ്, അപ്പോൾ ഒരു 85 കാലഘട്ടത്തിലേക്ക് ടൈം ലിറ്ററലി പറയുകയാണെങ്കിലും ടൈം ട്രാവൽ പോലെ തന്നെയായിരുന്നു ക്യാരക്ടേഴ്സ്. അങ്ങനെ അഭിനയിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സിലേക്ക് എത്താൻ എന്തൊക്കെയാണ് ചെയ്തത്? ഇല്ല, അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് സാമണ്ണൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാമണ്ണൻ ഓരോന്ന് പറഞ്ഞു തരും, സ്പോട്ടിലായാൽ പോലും ഡയലോഗ് ഇങ്ങനെ ഡെലിവറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം സാമണ്ണ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും അല്ല ഇവളൊക്കെ പഴയ പാട്ടൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം തന്ത വൈബാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല വൈബാണ്. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല വൈബാണോ? അതിഷ്ടമാണ്. അതിനെന്താണ് പ്രശ്നം? ഒരു പ്രശ്നം. അതെ, ഞങ്ങളെല്ലാരും പഴയ സോങ്സ് കേൾക്കാം, പഴയ മൂവീസ് കേൾക്കാം. സോ ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നും അല്ലായിരുന്നു. മൂവീസ് കാണും. അപ്പൊ അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ല. അതേപോലെ സാമണ്ണൻ കുറെ ഹെൽപ്പ് ചെയ്തു. ലൈക്ക് എന്താ ചെയ്യുന്ന സീനിന് മുന്നേ എന്താ ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞുതരും. അങ്ങനെ വലിയ ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. ആ ക്യാരക്ടറിലേക്ക് എത്താൻ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഡിഫിക്കൽട്ട് ആയിരുന്നില്ല, ലൈക്ക് നോർമൽ ആയിട്ടായിരുന്നില്ല. സെറ്റിലേക്ക് എല്ലാവരും ഭയങ്കര കമ്പനി, അതുകൊണ്ട് അല്ല ലൈക്ക് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താനും അപ്പം ചിന്താഗതികളൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇങ്ങനെ അഭിനയിക്കുന്ന രീതിയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, അതിലേക്ക് എത്താൻ ഡിഫിക്കൽട്ട് ആയിരുന്നില്ല? സിമ്പിൾ ആയിരുന്നു. അല്ല, ആക്ച്വലി ഭയങ്കര ഓൾഡ് അല്ലേ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാ ഗെയിംസ് ഒക്കെ കളിക്കുന്നത്, നമ്മള് എല്ലാ ഇപ്പൊ ബാട്ടബ് അല്ലെങ്കിൽ ഷവറിന്റെ അടിയിലല്ല, കുളത്തിലാണ് പോയി കുളിക്കുന്നത്. പക്ഷെ ഇപ്പൊ റൂറൽ ഏരിയസിലും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും കുറച്ച് ഡിഫറെന്റ് ആണ്. ഫോർ മീ ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ്, ഭയങ്കര ഡിഫറെന്റ് ആണ്. അതല്ലാതെ വി പ്ലേഡ് വേറെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ട്, വേറെ സ്ലാങ്ങിൽ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, വേറെ കുറെ ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ കൂടെ ഇരുന്ന് സദ്യ കഴിക്കുക, തബല വായിക്കുക, എന്നിട്ട് അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ്, ഊഞ്ഞാലാടുക, അങ്ങനെ ഇപ്പൊ അങ്ങനെ കോമൺ അല്ല. ഇപ്പൊ പറഞ്ഞാൽ ഫോണിൽ ഗെയിം കളിക്കുക, ഓൺലൈൻ കയറി കളിക്കാൻ സ്ക്വാഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോ. എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ ഹ്യൂജ് ചേഞ്ച്. നമ്മൾ ഇത്രയും ഈ ഒരു നമ്മൾ 2025 കിഡ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ട്രാവൽ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ബിക്കോസ്
കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ, ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വൈബായിരുന്നു. അപ്പോൾ ഐ റിയലി എൻജോയ്ഡ്. ആൻഡ് എന്താ ഗെയിംസ് ആയാലും പീപ്പിൾ ആയാലും അഭിനയിക്കാനൊക്കെ എളുപ്പമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് റിയലി ഫൺ. ഓക്കെ, പറഞ്ഞു എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? നമ്മൾ 2025 കിഡ്സ് ആയതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഇപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡയലോഗൊക്കെ പറയാൻ സാമണ്ണം കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ. ഇറ്റ് വാസ് ഗുഡ്. സോ നിങ്ങളൊക്കെ ഏജ് എത്രയാ? എത്ര വയസ്സുണ്ട് എല്ലാവർക്കും? എനിക്ക് 15. 15, എനിക്ക് 15, 15, 16, 14, 14, 10. സോ ഞാൻ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം അതായത് ഇപ്പം റിയൽ ലൈഫിൽ 2026 ആ ഒരു ടൈം സോണിലാണ് ആൻഡ് 85 കാലഘട്ടത്തിൽ ആണ് അഭിനയിച്ചത്. അപ്പം എന്ത് തരത്തിലുള്ള ഡിഫറൻസസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്? ലൈക്ക് പോസിറ്റീവ് ആവാം, നെഗറ്റീവ്, രണ്ടും പറഞ്ഞു. എന്ത് ഡിഫറൻസസ് ആണ് മൊത്തം തോന്നിയത്? ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് ഫോർ യു? ആസ് ഓഫ് നൗ നമ്മളിപ്പോൾ ഈ പ്രസൻറ്റ് ജനറേഷനിൽ ലിവ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇത് പ്രസൻറ്റ് ജനറേഷൻ ആണ് നമുക്ക് വേണ്ടി ഭേദം. പണ്ടൊക്കെ ആക്ച്വലി പടത്തിൽ കുറേ റെഫറൻസസ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഡിഫറൻസിയേഷൻ കാണിക്കുന്നത് കുറേ ഡിഫറൻസസ് ഉണ്ട് ആക്ച്വലി. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി. ഓക്കെ, നിങ്ങളോ? അല്ല, എല്ലാ കാര്യവും ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പോൾ ചെയ്യുന്നതും പ്രസൻറ്റും പാസ്റ്റും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതേപോലെ സിനിമയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, എല്ലാം പ്രസൻറ്റും പാസ്റ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ലൈക്ക് ഏതാ ബെറ്റർ എന്നുള്ള രീതിയിൽ എന്താ തോന്നിയത്? ബെറ്റർ പ്രസൻറ്റ്. ഇറ്റ്സ് എ മോർ ലേസി വേ ഓഫ് ലിവിങ്. ഓക്കെ, ഫോർ മീ പാസ്റ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം സ്ക്രീൻ ടൈം കുറവാണ്. ആൾക്കാർ കൂടുതലും ക്രിക്കറ്റും അതും ഇതൊക്കെ കളിക്കാനാണ് കൂടുതലും ചെയ്യാറ്, കുളത്തിൽ പോയി കുളിക്കുക. അപ്പം അത് വേറൊരു വൈബാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിനകത്ത് സ്ക്രീനിൽ നോക്കിയിരിക്കുക. അപ്പം അത് രണ്ടും വെച്ച് ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻ കൂടുതലും ബോണ്ടൊക്കെ പണ്ടത്തെ അല്ല, ഇപ്പം എല്ലാവരും ഓൺലൈനായിട്ട് വേറെ ആരെങ്കിലും കണ്ടുപിടിക്കും, അല്ല ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കണക്ഷനാണ്. ഇപ്പം ഫാമിലി ആയിട്ട് ആർക്കും വലിയ കണക്ഷൻ ഇല്ല. നീ ഡേറ്റിംഗ് ആപ്സിന്റെ കാര്യം യു നെയിം ഇറ്റ്. അപ്പം ഒരു റിയൽ ബോണ്ട് എന്ന് പറയുന്ന സാധനം ഇല്ല. ഓക്കെ, അപ്പൊ ഫോർ യു നേരിട്ട് കണ്ട ഇഷ്ടപ്പെട്ടു ഡേറ്റിംഗ് ആപ്സ്? ഐ തിങ്ക് സോ. ലൈക്ക് നമുക്ക് നേരിട്ടൊരു ഇന്ററാക്ഷൻ വേണമല്ലോ. അല്ല, ഡേറ്റിന് പോവാലോ. ഡേറ്റിന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എന്താണ് ചോദിച്ചത്? പഴയ കാലഘട്ടം ആണോ ഇപ്പോഴത്തെ കാലഘട്ടമാണോ ബെറ്റർ? ഞാൻ പറഞ്ഞു പഴയ കാലഘട്ടം. ഓക്കെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ ലൈക്ക് കുറേ ടെക്നോളജീസ് വിച്ച് ഇസ് ലൈക്ക് മേജർ ഡിഫറൻസ്. പിന്നെ പീപ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു സമയം എന്ന് പറഞ്ഞാൽ മൂവിലൊരു കാണിക്കുന്നുണ്ട്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് മാറുന്ന ഒരു സമയമുണ്ട് 2025 ലൈക്ക് എല്ലാവരും ഭയങ്കര കുറച്ചുകൂടെ എന്താ മെച്യൂർഡ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ബട്ട് ആ ഒരു കാലത്ത് എനിക്കത് ഭയങ്കര ഹിറ്റ് ചെയ്തത് ഇന്നസെന്റ് എല്ലാം ഒരു ഇതിലങ്ങ് പോവാ. കിഡ്സിന്റെ കാര്യത്തിൽ 2025 വരുമ്പോൾ ലൈക്ക് ഭയങ്കര മെച്യൂർഡ് ആണ്, കുറച്ചും കൂടെ ഇൻഫോംഡ് ആണ്. അപ്പോ അത് ബെറ്റർ ആയിട്ടാണോ തോന്നിയത്? അതോ കുറച്ചും കൂടെ ഈ ഒരു പ്രായത്തിൽ ലൈക്ക് മൂവിയില് കുറച്ച് മെച്യൂർഡ് ആവുന്നതായിരിക്കും എന്റെ ഐ വുഡ് സേ. പറഞ്ഞോ. എനിക്ക് പണ്ടത്തെ കാലഘട്ടമാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ അതൊക്കെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പാടാ. അല്ല, ഇപ്പൊ ഫുൾ ഓൺലൈൻ ഗെയിംസ്. ഇപ്പാണെങ്കിൽ യു ഹാവ് ടു ബെഗ് പീപ്പിൾ ടു കം ആൻഡ് പ്ലേ വിത്ത്. എന്താ കുഴപ്പം? സോ ഈ സ്ലാങ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരുന്നോ ഡയലോഗ് ഡെലിവറിയില്? പഴയ കാലം ലൈക്ക് കുറച്ചും കൂടെ എന്താ അച്ചടി ഭാഷ അങ്ങനെയായിരുന്നു. പക്ഷെ പുതിയ കാലം ലൈക്ക് ഇംഗ്ലീഷ് മംഗ്ലീഷ് നമുക്കത് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മളത് യൂസ്ഡ് ആണല്ലോ. അങ്ങനെ അപ്പം അതിലേക്ക് എത്താൻ പാടായിട്ട് തോന്നിയോ സ്ലാങ് ഡിഫറൻസസ് വരുമ്പോ? നമ്മളിപ്പം നോർമലി ആക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു സീനില് ഡയലോഗ് പറയുമ്പം വാസ് ഇറ്റ് ഡിഫിക്കൾട്ട്? കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് പ്രൊനൗൺസിയേഷൻസ് എല്ലാം പെർഫെക്റ്റ് ആവണം. മോസ്റ്റ് ഓഫ് യു എനിക്ക് തോന്നുന്നു ഇപ്പം നീ ആണേലും ഇംഗ്ലീഷ് ആണ് കൂടുതൽ സംസാരിക്കുക. മലയാളം ഫുള്ളി മലയാളം എന്നുള്ള രീതിയില് ഭയങ്കര ഡിഫിക്കൾട്ട് ആണ്. മംഗ്ലീഷേ പറ്റുള്ളൂ. സോ ബാക്കി എല്ലാവർക്കും എങ്ങനെയായിരുന്നു? ഓൾമോസ്റ്റ് എനിക്ക് അങ്ങനെ ആയിരുന്നു. ഐ തിങ്ക്
നിനക്കൊക്കെ പച്ച മലയാളം അതാണ് 1985. നമുക്ക് ഒരു വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നില്ല. ഓക്കെ നമ്മള് സാധാരണ വേർഡ്സ് ഇല്ലേ മലയാളത്തിലല്ലേ പറയുന്നില്ല, അതൊക്കെ നമുക്ക് കുറച്ച് പാടായിരുന്നു എനിക്ക്. അപ്പൊ ഇപ്പൊ ഇംഗ്ലീഷ് സ്ലിപ്പായ റീടേക്ക്. അങ്ങനെ എത്ര ടേക്ക് പോയിട്ടുണ്ട്? അല്ല ആക്ച്വലി പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ്, അതിന് ചില ഇംപ്രൂവ് എന്ന് വെച്ചാ മാറ്റിയിട്ട് അതാണ് മോഡിഫൈ ചെയ്തിട്ട് വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടായോ അതിന് സ്ലാങ്ങിന് വേണ്ടിട്ട്? ഇല്ല സ്ലാങ്ങിനില്ല, അല്ലാതെ അല്ല ആക്ടിങ് വർക്ക്ഷോപ്സ്. ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഋഷിക്ക് സ്ക്രിപ്റ്റ് അറിയാം, ബട്ട് നമുക്കൊന്നും സ്ക്രിപ്റ്റ് അറിയില്ല. അപ്പം നമ്മൾ ആ സീൻ ചെയ്യുന്നതായാലും സ്ലാങ്ങിൻ്റെ കാര്യങ്ങളായാലും എല്ലാം സാമണ്ണൻ്റെ ഒരു ഇതാണ്. സാമണ്ണൻ സ്പോട്ടിൽ വന്നിട്ട് പറഞ്ഞു തരും, ഇങ്ങനെയാണ് പറയേണ്ടത്, ഇതാണ് സംഭവം എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ നമുക്ക് ഒരു റീടേക്ക് പോയി കഴിഞ്ഞാൽ സീനാവോ എന്നുള്ളൊരു പേടി. കാരണം ദീപ്തി മാം അത്ര കൂളായിരുന്നു, നിങ്ങൾ ടൈം ഇല്ല. എനിക്കങ്ങനെ ആയിരുന്നു അല്ലേ? പറ. അല്ലാതെ കാണിക്കുന്ന സൈഡിലിരുന്നു. നിങ്ങക്ക് ഈ സ്ക്രിപ്റ്റ് ലൈക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ ഈ മൂവി എന്തിനെ ബേസ്? അല്ല ഇവരെല്ലാം കണ്ടിട്ടുണ്ട്. അല്ല ഓഡിഷൻ മൂവിയിൽ വരുന്നതിന് മുൻപ് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ലൈക്ക് ബിഫോർ ദ ഫസ്റ്റ് സീൻ ആൻഡ് ഓൾ. എന്താണ് ഈ ഒരു മൂവി, എന്തിനെ ബേസ്ഡ് ആണ്, ടൈം ട്രാവൽ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ഏത് ആസ്പെക്ട് ആണ് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്? ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് സീനിന് മുന്നേ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ സിനിമ? ഫസ്റ്റ് സീനിന് മുന്നേ ഫസ്റ്റ് സീൻ മുമ്പ് നമുക്കൊന്നും അറിയില്ല. നീ പാലക്കാട് പോയില്ലേ? അതല്ലേ സ്ക്രിപ്റ്റിനെ പറ്റിയാ ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് സീനിന് മുന്നേ എനിക്ക് സിനിമ അറിഞ്ഞൂടെ? എടാ അതായത് നമ്മൾ ഫസ്റ്റ് സീനിന് മുമ്പ് ആക്ഷൻ പറയുന്നതിന് കുറച്ച് നേരം ആക്ഷൻ പറഞ്ഞതിന് കുറച്ച് നേരം മുന്നേ, കുറച്ച് നേരം മുമ്പ് നമ്മൾ അഭിനയിക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് അറിയാലോ. അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ എലമെന്റ് എന്താണ് സ്ക്രിപ്റ്റില്? സ്റ്റാൻഡ് ഔട്ട്. അതൊരു പുതിയൊരു സംഭവമാണല്ലോ, ലൈക്ക് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ടൈം ട്രാവൽ പരിപാടി. അതൊരു ഫീൽ ഗുഡ് ഒരു ഫീൽ ഗുഡ് പരിപാടി ഒരു രീതിയിൽ എടുക്കുന്നത് ഭയങ്കര ഒരു ഇതായിട്ടുള്ള കാര്യമാണല്ലോ. അതായത് അധികം ഇല്ലാത്തൊരു റെയർ പരിപാടിയാണല്ലോ. അതൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഭയങ്കര പുതിയതായിട്ട് ടൈം ട്രാവൽ ആയിട്ട് വരുന്നത് ചിൽഡ്രൻസ് ഫിലിം, ഒരു ഫാന്റസി. പറഞ്ഞോ, നോക്കിയിരിക്കുക കുറേ നിനക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല? പറഞ്ഞോ. ഒന്നുമില്ല. ഓക്കെ. സോ നിങ്ങൾ എല്ലാവരും ഹിയർ ആക്ടഡ്, ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈം ആണോ ആക്ട് ചെയ്യുന്നത്? ആണ് ഫസ്റ്റ് ടൈം. അല്ല, ഞാനും ഭദ്രയും അല്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ വേറൊരു മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നിന്റെ എത്രാമത്തെ മൂവി? എന്റെ ഫോർത്ത് ഫിലിം. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം ആക്ടേഴ്സിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ലൈക്ക് ഒരു ഫസ്റ്റ് മൂവി, അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. എല്ലാ ഫസ്റ്റും എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. സോ ഫസ്റ്റ് മൂവി എന്ന രീതിയിൽ എന്തായിരുന്നു ലൈക്ക് എക്സ്പീരിയൻസ്? ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ക്രൂ ഒരു ക്യാമറ പ്രൊഡക്ഷൻ ഇതെല്ലാം കാണുന്നത്. ആൻഡ് സീയിങ് എ ഡയറക്ടർ ഇൻ ഫ്രണ്ട് ഓഫ് മീ വിത്ത് എ ക്യാമറ, അതെല്ലാം ഭയങ്കര ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നീ കണ്ടിട്ടില്ലേ ഇത്രയും വലിയ ഇത്രയും ആൾക്കാരല്ലേ ലൈക്സ്? ഓക്കെ, അവള് കണ്ടിട്ടില്ല. ഓക്കെ, എനിക്ക് അത്രയും വലിയ പ്രൊഡക്ഷൻ എല്ലാം കുറച്ച് ആദ്യമായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു നമ്മുടെ സറൗണ്ടിങ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. എനിക്കും ആദ്യമായിട്ട് അഭിനയിച്ചപ്പം ആദ്യമായിട്ട് ഡയലോഗൊക്കെ പറയുന്നത് തെറ്റാതെ പേടിയുണ്ടായോ? ചെറുതായിട്ട് തെറ്റാതെ പറയാൻ നോക്കിയോ മാക്സിമം? കൊറേ റീടേക്ക് എടുത്തോ? ഓർമ്മയില്ല. ഓക്കെ, പറഞ്ഞു. ഇല്ല, എനിക്ക് എന്താ പറയാ എന്താ തോന്നിയെന്ന് വെച്ചാൽ പറഞ്ഞു.
ആനയായിട്ട് പറയുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അപ്പോൾ മാം ചീത്ത പറയുമെന്നുള്ള ചീത്ത കേട്ടോ കുറെ. ഇല്ല ഇല്ല മാം പറയില്ല. അവന് മാത്രം വേറെ അഭിപ്രായമുള്ളൂ. അവൻ ഡയറക്ടറിനെ കുറിച്ച് പറയുമ്പോ അവന്റെ മുഖം ഇങ്ങനെ അതെ ആ ഒരു എക്സ്പ്രഷൻ വരും. ഓക്കെ, ഒരു കൂൾ ഡയറക്ടർ ആയിരുന്നു. ഭയങ്കര കൂളാണ്. ഓക്കെ, ശരിക്കും. സോ ഹൗ ഇസ് ഇറ്റ് ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയുണ്ടായി? ലൈക്ക് സപ്പോർട്ടീവ് എന്നുള്ളൊരു മെഷറിൽ എങ്ങനെയായിരുന്നു? ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര പാവമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഷീ വാസ് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. എനിക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി ഫീൽ ചെയ്തു. ദെൻ അതിനുശേഷമുള്ള ഡേയ്സ് എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, പറഞ്ഞോ. ഇല്ല പറഞ്ഞോ ഞാൻ പറയാം. വെയിറ്റ് ചെയ്യാം, പ്രോസസ് ചെയ്യാം. ഞങ്ങൾക്ക് എല്ലാവർക്കും സെയിം ഒപ്പീനിയൻ ആണ്. മാം ഭയങ്കര ചില്ലായിരുന്നു. എന്തും പോയി പറയാം, അങ്ങനെ തെറ്റാതെ വഴക്കൊന്നും പറയത്തില്ല, എല്ലാം വന്ന് കറക്റ്റ് ചെയ്യും. ഞങ്ങളടുത്ത് പ്രശ്നം, ഞങ്ങൾ വർക്ക്ഷോപ്പിന് കണ്ടപ്പോഴേ ഞങ്ങളടുത്ത് മാം വന്ന് സംസാരിക്കും, ഞങ്ങളോട് ഇരിക്കും, സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ചില്ലായിരുന്നു. മാം ഫസ്റ്റ് തൊട്ടേ ചില്ല. അപ്പോൾ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു പോയപ്പോഴേക്കും. ഓക്കെ, ആ പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇല്ല പറ ആദ്യം നീ പറ. അവനും പ്രോസസ് എത്ര പേരെ പ്രോസസ്സിങ്. എല്ലാവരെയും പോലെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ദീപ്തി മാൻ അടിപൊളിയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നത്. ഋഷി വേറെ അഭിപ്രായമായിരിക്കും പറയുന്ന, പക്ഷെ എനിക്കും ബാക്കിയുള്ളവർക്കൊക്കെ അല്ല, ആക്ച്വലി 1985 അമ്മ ലീനിയന്റ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ അമ്മ എന്നെ അങ്ങനെ വിട്ടു. എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ആ സമയഘട്ടത്ത് ആ ക്യാരക്ടർ നല്ല ഫ്രീ ആയ വേണമായിരുന്നു. ഞാനാണെങ്കിൽ ഫുൾ അല്ല, ആകെപ്പാട് ഒരു സീന് ഞാൻ കരഞ്ഞായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം ഫുള്ള് ഫണ്ണായിരുന്നു, ലൈവ്ലി ക്യാരക്ടർ ആയിരുന്നു. ഇവനോടൊക്കെ അടിച്ചു പൊളിച്ചു. ആക്ച്വലി ഏറ്റവും കൂടുതൽ വൈബ് 1985 ആയിരുന്നു. പറഞ്ഞോ, ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് അല്ല, പറഞ്ഞോ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി മൊത്തത്തില്? ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു, മാമും. സോ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതില് കലാകാരന്മാർ ഓർ കലാകാരികൾ കലാകാരികൾ ആരെങ്കിലും ഉണ്ടോ? പാട്ട് പാടും, ഡാൻസ് കളിക്കും, പിന്നെ ചെയ്യത്തില്ല. പാട്ട് പാടി ഡാൻസ്. ഇവിടെ കരാട്ടെ കരാട്ടെ ഉണ്ട്. ചാമ്പ്യനാണ്. ആണോ? ഇവിടെ വരുണ് പാട്ട് പാടി. ഇവിടെ ഒരു പാട്ട് പാടി. അപ്പൊ ഒരു പാട്ട് കൂടി. നേരത്തെ വരുൺ പാട്ട് പാടി, ഇനി നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായോ? എങ്ങനെയാ ലൈക്ക് നിങ്ങൾ തമ്മിൽ നേരത്തെ ആ മൂവിയുടെ പരിചയം ഉണ്ടായി? അല്ലാതെ എല്ലാരും ഇവിടെ വന്നിട്ടാണ്? പക്ഷെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ, പുതിയതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ലൈക്ക് എല്ലാരും ഒരുമിച്ച് അങ്ങനെ പുതിയൊരു ഫ്രണ്ട്സ് ആയിട്ടൊന്നും ഒന്ന് ജെല്ലാവാൻ ടൈം എടുത്തോ നിങ്ങൾക്ക് എല്ലാവർക്കും? പെട്ടെന്ന് ക്ലിക്കായി. ഇല്ല, ആക്ച്വലി വേറൊരു പയ്യനോടുണ്ട്, അദ്വൈത് എന്ന് പറയുന്നത്. അദ്വൈതും അൻവതിയായിട്ടാണ് ഫസ്റ്റ് ജെല്ലായത്. ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ നമ്മളും പറയാനുണ്ടായിരുന്നു. അതിന് മുന്നേ അറിയാവുന്നതുകൊണ്ട് പിന്നെ ഞാനും ഋഷിയും സിതാനുഷും ഫറാനും അങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനിയായി. പിന്നെ ഇവരെയൊക്കെ മാറ്റി നിർത്തി. വർക്ക്ഷോപ്പിന്റെ ടൈമിലാണോ എല്ലാരും? അല്ല, ആക്ച്വലി മോസ്റ്റ് വൈബ് സെറ്റ് ആയത് നമ്മള് ഷൂട്ടിംഗ് ടൈമിൽ തന്നെയാണ്. ഓക്കെ, ഓഡിഷൻസിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാനായിരുന്നു. എങ്ങനെയായിരുന്നു ഓഡിഷൻ കോൾ? എങ്ങനെയാ, സ്കൂളിലേക്കാണോ വന്നത്? പറഞ്ഞു. അല്ല, ഇവളുടെ ഓഡീഷൻ ആക്ച്വലി നൈസ് ആയിരുന്നു. ഒന്നായിട്ട് പ്രോസസ്സിംഗ് ആണ്. അല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇവളുടെ അടുത്ത് സാമണ്ണൻ ചോദിച്ചു, എന്തായാലും ചോദിച്ചേ, എങ്ങനെ വന്നേ? അമ്മ പറഞ്ഞു. പേരെന്താ? അമ്മ പറയാം.
എന്താടാ? എനിക്ക് ടെൻഷൻ അല്ലേ ഓ അതാണ്. ഫസ്റ്റ് ടൈം. അപ്പൊ അവർക്കായിട്ട് കമ്പനി ആവാൻ നല്ല ടൈം എടുത്തോ? ആ ഒരു ഇല്ല. ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്തിരുന്നോ? ഇല്ല സെറ്റ് നല്ല കമ്പനി. കമ്പനി പറഞ്ഞു. നിങ്ങളുടെ എക്സ്പീരിയൻസ് പറ ഓഡിഷൻ. എൻ്റെ ഫസ്റ്റ് ഓഡീഷൻ ആയിരുന്നു. അപ്പോൾ എന്താ എനിക്ക് അങ്ങനെ ഒരു സറൗണ്ടിങ് ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ എന്തൊക്കെയോ ഇഷ്ടായി. ഇഷ്ടമായിട്ടൊക്കെ വിശ്വസിക്കുന്നു. അതെ അതെ. ആക്ച്വലി എനിക്ക് കോൾ വരുന്നത് വേദിക ഇല്ലേ, 2025 അഭിനയിച്ച ലൈക്ക് വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ്. അപ്പൊ ആള് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ആള് പോയി വന്നു, ദെൻ ഷീ ടോൾഡ് മീ. അപ്പൊ ഞാൻ ചുമ്മാ പോയതാണ്, രണ്ടുപേരും കിട്ടി. ഓ അങ്ങനെ നമ്മൾ അങ്ങും ആയി പോയി. Buy one get one free offer. 2025 ഞാൻ ഇവിടെ still it was fun. Yeah. How was the audition ഫസ്റ്റ് ടൈം experience? ആയിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യാൻ പറഞ്ഞ ഓഡിഷൻ ചെന്നപ്പോ? പേര് ചോദിച്ച് വയസ്സ് ചോദിച്ച് അല്ല അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു എന്തെങ്കിലും? അഭിനയിക്കാൻ എന്താ പറയുക, ഒന്നും പറഞ്ഞു. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. കണ്ടപ്പോ തന്നെ അഭിനയമുള്ള കുട്ടിയാണ്. just looks okay. അതാണ് അല്ലേ? ഓക്കെ. നിങ്ങൾക്കിപ്പം അതായത് ഒരു വർഷം മുമ്പാണ് ഈ മൂവി ഷൂട്ട് ചെയ്തത്. അപ്പം ഇപ്പം 2026 ഭയങ്കര ചേഞ്ചസ് വന്നു. ലൈക്ക് ദീപ്തി മാം എന്നോട് പറഞ്ഞിരുന്നു, ലൈക്ക് ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര ചെറുതായിരുന്നു എല്ലാവരും. ഇപ്പം കഴിഞ്ഞപ്പോ ഭയങ്കര പൊക്കം വെച്ചു. സോ മൂവി നിങ്ങൾ തന്നെ ആ മൂവി കാണുമ്പോൾ ലൈക്ക് സീയിങ് യുവർ യങ്ങർ സെൽഫ് ദേർ, വാട്ട് ഡു യു ഫീൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ മൂവി അതേപോലത്തെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് 2 years കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അപ്പോഴും ഞങ്ങൾ ഇതേപോലെ ഞങ്ങള് ഭയങ്കര ചേഞ്ച് ആയി. അപ്പൊ ഇതിൻ്റെ അകത്ത് ഭയങ്കര ചേഞ്ച് ആയി. അപ്പൊ മാം ആദ്യം ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഭയങ്കര ചേഞ്ച് ആയല്ലോ, ഭയങ്കര വളർന്നു, ഭയങ്കര ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ഭയങ്കര ചേഞ്ച് ആയി. അപ്പൊ ഞങ്ങൾ എല്ലാം ചെയ്ത്, ഞങ്ങള് സംസാരമായാലും ഞങ്ങള് ലുക്സ് ആയാലും എല്ലാം മാറി. അപ്പൊ ഞങ്ങൾ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഞങ്ങൾ ഇതാരാ, ഇതെന്താ ഭയങ്കര മാറ്റം. ഉണ്ട്. ഓക്കെ. അതെ നീ അല്ല നീ പറഞ്ഞു. പ്രോസസ് അല്ല ഇവരൊന്നും പറയുന്നതൊന്നും ശരിയാവുന്നില്ല. അപ്പൊ നീ പറഞ്ഞു. അല്ല എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഋഷി പൊക്കം വെച്ചു എന്തോ ചെയ്തിട്ടാണ്. നിനക്ക് വല്ല മാറ്റം? എനിക്ക് മാറ്റം ഉണ്ടായി. അതിന് മുമ്പ് ഞാൻ വല്ലതായിട്ട് പടമൊന്നും കാണത്തില്ലായിരുന്നു. ഇപ്പൊ പടം കാണുന്നുണ്ടോ? ഇപ്പൊ പടം കാണാം. ഇൻട്രോ എനിക്ക് ലൈക്ക് ഫിലിംസ് കാണുമായിരുന്നു, മൂവി കാണുമായിരുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല ഒന്നുകൂടി. അതിന് മുന്നേ വലുതായിട്ട് പണം കാണില്ല, പിന്നെ ലൈക്ക് ഫിലിംസിനോട് കാണാൻ തുടങ്ങി, ഇഷ്ടം വന്നു തുടങ്ങി മൂവീസിനോട്. ഇഷ്ടം വന്ന് കാണാൻ തുടങ്ങി, അങ്ങനെ എൻജോയ് ചെയ്ത് തുടങ്ങി. ഓക്കെ. അപ്പം അതിനുശേഷമാണ് പടങ്ങൾ കാണാൻ തുടങ്ങിയത്. അതിനകത്ത് ബദ്രിക്കും ഭയങ്കര പങ്കുണ്ട്. അവൾ ഓരോ പടങ്ങൾ സജസ്റ്റ് ചെയ്യും. ചോദിക്കുന്നത് നിന്നെ സ്ക്രീനിൽ കണ്ടപ്പോ നിന്നെ ഇപ്പോഴത്തെ നീയും നിന്റെ ആ സ്ക്രീനിലുള്ള മൂവിയിലുള്ള നീയും തമ്മിലുള്ള ചേഞ്ചാണ് ചോദിച്ചത്. ശേഷമുള്ള ചേഞ്ച് ആ ചേഞ്ച് അല്ലല്ലോ ചോദിച്ചത്, അല്ലേ? ക്യാരക്ടറിന്റെ ചേഞ്ച് അല്ലേ ചോദിച്ചത്? അച്ചപ്പാസ് ആൽബം ക്യാരക്ടർ അച്ചപ്പാസ് ആൽബത്തില് നീ എങ്ങനെയായിരുന്നു, എന്നിട്ട് ഇപ്പൊ നീ എങ്ങനെയാണ്, അത് ഞാൻ ചേഞ്ച് ആണ് ചോദിച്ചത്. പറഞ്ഞു. ഹൈറ്റ് വെച്ചു. ഹൈറ്റ് വെച്ചു. കുറച്ചുകൂടെ ബോധം വന്നു, മെച്ചൂരിറ്റി കൂടി. ഓക്കെ. നീ എന്തോ അത് തന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഓക്കെ. നിങ്ങൾക്ക് ഫിലിം എന്നുള്ള രീതിയിൽ പാഷനായിട്ടാണോ അതോ ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അത് ട്രൈ ചെയ്യാം, എങ്ങനെയായിരുന്നു? For me definitely passion. Passion. മൂവി ഭയങ്കര definitely. ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഓഫ് കോഴ്സ് ചെയ്യാൻ തോന്നി. പിന്നീട് ഇനി എനിക്കിതൊരു പാഷനായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഫണ്ണിൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടൈം ട്രാവൽ മൂവി ഏതാന്ന് വെച്ചാൽ ഏതായിരിക്കും? സൂര്യനെ മറ്റൊരു 24
ആ ഞാൻ കണ്ടിട്ടില്ല. നല്ലതാ? 24. എല്ലാവർക്കും 24 ആണോ? അത് നല്ല കയറി അല്ല ഇടയ്ക്കിടെ കാണാം കാണാം. കൈരളിയിലുണ്ട്. എന്താ മലയാളത്തിൽ ഡബ് ചെയ്ത് പറഞ്ഞോണ്ട് തമിഴ് മലയാളത്തിൽ ഡബ് ചെയ്ത് പറഞ്ഞോണ്ട് കാണുമ്പോ വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ബാക്ക് ടു ദ ഫ്യൂച്ചർ. എന്താ ബാക്ക് ടു ദ ഫ്യൂച്ചർ ഹോളിവുഡ്. ഞാൻ ആക്ച്വലി ടൈം ട്രാവൽ അധികം കാണാറില്ല. ലൂപ്പ് പരിപാടി ഉണ്ടല്ലോ, ടൈം ലൂപ്പ് പോലത്തെ ടൈം ലൂപ്പ് ത്രില്ലർ, നോളന്റെ പരിപാടി. ഞാൻ റീസെന്റ് ഒരു പടം കണ്ടു, സംഭവം എന്ന് പറയുന്നത്. ഞാൻ കണ്ടു. ഹോട്ട്സ്റ്റാറിൽ കണ്ടു. അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഏത് പടം? സംഭവം എന്ന് പറഞ്ഞിട്ട് ആസ്കർ അലി. ടൈം ലൂപ്പ് അങ്ങനെ ഒരു ഫോറസ്റ്റിൽ പോയിട്ട് അത് അടിപൊളി പടമായിരുന്നു. പിന്നെ എനിക്ക് ട്രയാങ്കിൾ ഭയങ്കര ഇഷ്ടമാണ്, ഹോളിവുഡ് ഫിലിം. അപ്പം സോ ആ ഒരു ജോണർ ഭയങ്കര ഇഷ്ടമാണ്. നീ പറഞ്ഞില്ലല്ലോ. അല്ല, സെയിം ഒപ്പീനിയൻസ് ആണ്. സംഭവം ഞാൻ റീസെന്റ് കണ്ട സംഭവമാണ്. ടൈം ട്രാവൽ പറയുമ്പോ ഇനി ടച്ചപ്പാസ് ആൽബം. അതെ മൂവി അത്രേ ഉള്ളൂ. അങ്ങനെ മൂവിയൊന്നും കാണാം. ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മൂവി പറഞ്ഞോ. ഫേവറേറ്റ് മൂവി ഇല്ല. മൂവി കണ്ടിട്ടുണ്ടോ? എല്ലാ മൂവി ഇഷ്ടം. ഏത് ജോണർ ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യം? ഹൊറർ, കോമഡി. ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ അധികം എന്തും കാണും. മൂവി എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇല്ല, സീരിയസ് ആയിട്ട് ആണോ? ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആക്ച്വലി അഞ്ചാന്ന് പറയുന്ന പടമുണ്ട്, മറ്റേ സൂര്യന്റെ. ആക്ച്വലി ഇവള് പാട്ട് നോക്കിയിട്ടാ പടം. ഡയറക്ടർ അല്ലെങ്കിൽ ആക്ടർ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ അങ്ങനെ നോക്കിയിട്ടാ നമ്മൾ കാണും. ബട്ട് ഇവള് പാട്ട് ഓക്കെ മറ്റേ കാതലാസി പാട്ട് കൊള്ളാം, പഞ്ചനാടി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവള് അഞ്ചന നൈസാണ് അല്ലെന്നല്ല പറഞ്ഞു. അവളുടെ ഒരു ഇതാ ഞാൻ പറഞ്ഞു. എന്റെ അടുത്ത് ഇത് കാണണം, അത് കാണണം, ഇത് കാണണം സജസ്റ്റ് ചെയ്യും മൂവീസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ കാണും. അത്രേ ഉള്ളൂ. എന്തോ പറയണമെന്നല്ല. ഇല്ല റീസെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? ദുരന്തർ. റിമൂവ് ചെയ്ത് കേട്ടാ. ദുരന്തർ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സംഭവം. സംഭവം ഏതാ? ദുരന്തർ. 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 എനിക്ക് വലത്തെ വശത്തെ കള്ളൻ ഭയങ്കരമായിട്ട് ഇഷ്ടായി. കുറച്ച് നാളുകൾ ഇറങ്ങിയിട്ട് പക്ഷെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി കപ്പിൾ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തെലുങ്കല്ലേ അത് ആക്ച്വലി നൈസ് പടമാണ്. പിന്നെ വിത്ത് ലവ് ഇഷ്ടപ്പെട്ടു. അതൊക്കെ തന്നെ. എനിക്കെന്ത് വാഴ2 സീന് ഇഷ്ടായോ? എന്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ഫിലിം എന്ന് പറയാൻ അത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തന്നെ ആയിരിക്കും. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തന്നെ ആയിരിക്കും. അവർ അഭിനയിച്ച ഫിലിമാണ്. ആരെങ്കിലും ലൈക്ക് ഇന്ന ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിന്റെ കൂടെ ലൈക്ക് അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിക്കുന്ന ആരുടെ കൂടെയാണ്? മമ്മൂട്ടി. ഞാൻ ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ്റെ കൂടെ മൂവി ചെയ്താൽ മതി. ലാലിന്റെ കൂടെ മതി. ബാക്കി ലാലേട്ടൻ ആൻഡ് ഉണ്ണി മുകുന്ദൻ. ഓക്കെ. ഞാനും ലാൽ സാർ ഫാനാണ്. ഓക്കെ. എനിക്ക് ഡയറക്ടർ പ്രിയദർശൻ സാർ ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് ഡയറക്ടർ ഫേവറേറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ പ്രിയദർശൻ സാറൊന്നും അല്ല, പത്മരാജൻ സാർ ഇഷ്ടം. ആരുടെ കൂടെ അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടം? വിജയ്. ഉണ്ണിമോൻ. സോറി, നിവിൻ പോളി. ഓക്കെ. ഓക്കെ. അപ്പം എന്താണ് മൂവിനെ കുറിച്ച് പറയാനുള്ളത്? ലൈക്ക് ഓഡിയൻസിനോടാണെങ്കിലും എന്താ ഈ അഭിപ്രായം? നിങ്ങൾക്ക് തന്നെ മൂവിനെ കണ്ടിട്ട് ഇത് നിങ്ങൾ എന്തുകൊണ്ട് ഈ മൂവി കാണും എന്നുള്ളതിന് റീസൺ എന്താണ്? ഇതുവരെ കാണാത്തൊരു മൂവിയാണ്. ലൈക്ക് ടൈം ട്രാവൽ ആണ്, ലൈക്ക് ഫൺ എന്റർടൈനർ ആണ്. ഓഡിയൻസിന്റെ അടുത്ത് പറയുന്നത് അല്ലേ, അപ്പൊ അവർക്ക് മനസ്സിലാവും. അപ്പൊ ഫൺ എന്റർടൈനർ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി ഗുഡ് മൂവിയാണ്.
ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാണുന്നത്. ഫീൽ ഗുഡ് ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെയോ? എനിക്ക് ഭയങ്കര എന്താ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ബിക്കോസ് ഞാൻ കുറേ നാളായി ഒരു ടൈം ട്രാവൽ നല്ലൊരു മൂവി കണ്ടിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ് ഇസ് എ ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഗുഡ് മൂവി. എല്ലാവർക്കും കാണാം. ചിൽഡ്രൻസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ആൻഡ് പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര നല്ല, എല്ലാവരും ഓഡിയൻസ് പോയി കാണണം എന്നേ ഞാൻ പറയുള്ളൂ. ആൻഡ് ഷുഡ് ഷെയർ ദ റിവ്യൂസ്. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ. സെയിം ഒപ്പീനിയൻ. അല്ല, ലൈക്ക് ഇപ്പം ആ ഒരു കാലഘട്ടത്തിൽ അഭിനയിച്ചിട്ട് എന്താ തോന്നുന്നത്, ലൈക്ക് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അഡാപ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഓൾസോ വാല്യൂസ് ആൻഡ് ഓൾസോ അവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കണം എന്ന് തോന്നിയ വാല്യൂസും ഏതൊക്കെയായിരിക്കും? ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് എനിക്കെന്തോ ഗെയിംസ് ആൻഡ് ഫ്രണ്ട്സ് അവർ ലൈക്ക് ആ ഒരു 85 ഒരു വൈബ് ഉണ്ടായിരുന്നു. ലൈക്ക് എല്ലാവരും ഒരുമിച്ച്, എപ്പോഴും ഒരുമിച്ച്. ദാറ്റ് വാസ് ലൈക്ക് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് പിന്നെ ഒഴിവാക്കണം എന്ന് തോന്നിയത് കുറച്ച് എന്താ, ഞാൻ പറഞ്ഞോണ്ടെന്ന് തോന്നുന്നത് ഇങ്ങനെ ലൈക്ക് സം പീപ്പിൾ ആർ ബിഗ്, ലൈക്ക് അവരെങ്ങനെ ചെയ്യണം, ആൻഡ് അവരിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യണം, ലൈക്ക് അതവർ ഇതാണ് ഒന്നുമില്ല, ലൈക്ക് എവരി വൺ ക്യാൻ ഡു വാട്ട് എവർ ദേ വാണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. അത് ബേസ്ഡ് ഒരു സീനും ഉണ്ട് ആക്ച്വലി. ലൈക്ക് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം അതാണ്. Don't spoil. ഓക്കെ, ഓക്കെ. എന്നോടിഷ്ടം കൂടാമോ, എന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കിളിമരത്തണലോരം കളിയാടാമീ, കിളിമരത്തണലോരം കണ്ണാതുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. വെരി ഗുഡ്. അപ്പോൾ April 24 സിനിമ റിലീസാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഹാവ് ഫൺ. ഈ സിനിമ ഒരു സക്സസ് ആവട്ടെ. സോ അത്രേ ഉള്ളൂ. താങ്ക് യു. Yes. Bye.